ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിരുന്നത്. അതൊന്ന് നന്നാക്കി എടുത്തതിന് ശേഷമുള്ളൊരു പരിപ്പാണിത്. ഇത് ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ചെമ്മീനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഞാൻ എൻ്റെ കൈയുടെ നഖത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചെമ്മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാവേ. ഞാൻ സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഉപയോഗിക്കാവേ. ഇതിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും കേട്ടോ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഈ നെയ്യും എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സവാള നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഈ സവാളയുടെ അല്ലിയൊക്കെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ സവാളയുടെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതിയേ. ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരളവിലുള്ള കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് കോരിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണേ. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഞാൻ 2ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇതിലിപ്പോൾ കുറച്ച് എണ്ണയല്ലേ ഉള്ളൂ. ഒരുപാട് എണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ നമുക്ക് വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഈ ഒരു എണ്ണയിലിട്ട് തന്നെ ഞാൻ 2 ട്രിപ്പായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണ്ടേ. ഇത്രയും മതി കേട്ടോ. ഒത്തിരി ഇതൊന്നും കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടോ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ഒരു ചെമ്മീനും കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മസാലയിലേക്ക് ഞാൻ സവാള അല്ലാണ്ട് ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചെറിയൊരളവിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയുടെ ഒരു ഫുള്ളായിട്ടുള്ളൊരു കുടപ്പനില്ലേ അതും കൂടി ഒന്ന് നന്നാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി എടുത്തിരുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലൊരല്പം എണ്ണ കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. എങ്കിലാണ് തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വാടി കിട്ടത്തുള്ളൂ. അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണേ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വാടിയിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടില്ലേ. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ഒരു സവാളയില്ലേ അതിൽ നിന്ന് പകുതി പാകത്തിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞ് ചേർക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതിൽ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാവേ. മല്ലിയില ചേർത്തതിൻ്റെ പകുതി അളവാണ് കേട്ടോ പുതിനയില ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മസാലയിലേക്ക് ഇപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കണേണ്ട് ഇതിലേക്ക് നമ്മളിനി ചെമ്മീൻ വറുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ ചെമ്മീനിലേക്ക് ആ ഒരു മസാലയ്ക്ക് ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 4 ഗ്രാമ്പു 2 ഏലക്ക ഒരു തക്കോലം 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ ഒക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായില്ല. കഴുകിയിട്ട് അപ്പോൾ തന്നെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയുടെയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ വേണം നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒരു പാത്രം അരിയാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 പാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കറക്റ്റ് അളവായിരിക്കും. നമുക്ക് ചോറ് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ലേ. ഇനിയിപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവേ. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അളവിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൈസിലേക്ക് 2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. ഒരു നാരങ്ങ ഫുള്ളായിട്ട് അങ്ങ് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടും കൂടി കൊടുക്കണേ. ഞാനിപ്പോൾ എൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ കേട്ടോ. നമ്മുടെ ചോറ് ഒരു പകുതി ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ദമ്മിട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ പകുതി ഭാഗം ചോറ് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടായിട്ടൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നിരത്തിയിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കരുത്, ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാവുള്ളേ. എന്നിട്ട് ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചെമ്മീൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചോറും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുക്കാവേ. ഇപ്പോൾ മുഴുവനായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പുതിനയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുടെ ഒക്കെ ആ ഒരു കൂട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് തൂളി കൊടുക്കാവേ.
അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റുള്ളൊരു സാധനം കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി നല്ല സൂപ്പറായിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ഒരു ചോറ് പോലും ഒന്നേലൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.